Hi my dears, welcome back our new English class. Are you ready? Okay. All of you take your English textbook with your English notebook. Okay. Last class we learned about is, these, is, that forms. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഈസ് ദീസ് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ പറയാൻ പഠിച്ചു. എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? യെസ് ഇറ്റ് ഈസ്. ഓക്കെ, മിസ് ചോദിക്കട്ടെ, ഈസ് ദിസ് എ മാർക്ക്? ക്യാൻ യു റിപ്ലൈ? ഈസ് ദിസ് എ മാർക്ക്? ഓക്കെ, വെരി ഗുഡ്. യെസ് ഇറ്റ് ഈസ്. ഓക്കെ, വെരി ഗുഡ്. ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ചോദിക്കും ഇത് മാർക്കറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കർ എന്നുള്ള നെയിം ആവില്ല മിസ് ചോദിക്കുക, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ആൻസർ പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. ആ ഫോമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതായത് ഒരു പിക്ചർ തന്നിട്ട് അതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് നമ്മൾ പറയില്ലേ? ഇപ്പോൾ ഇത് മിസ് ചോദിച്ചു നേരത്തെ, ഈസ് ദിസ് എ മാർക്കർ എന്ന് ചോദിച്ചു. അപ്പോൾ മക്കൾ ആൻസർ എന്ത് പറഞ്ഞു? യെസ് ഇറ്റ് ഈസ് എന്ന് ആൻസർ പറഞ്ഞു, അല്ലേ? ഇനി മിസ് ചോദിക്കുകയാണ്, ഈസ് ദിസ് എ പെൻ? ഈസ് ദിസ് എ പെൻ? നോ, അല്ലേ? എന്താണ്? ഇത് പെന്നല്ല. പിന്നെ എന്താണ്? നോ, ഇറ്റ് ഈസ് നോട്ട്. എന്താണ്? ഇത് പെന്നല്ലോ. പെന്നല്ല, അല്ലേ? ഇത് മാർക്കറാണ്. ഇറ്റ് ഈസ് എ മാർക്കർ. എന്താ നമ്മൾ അതിന് ആൻസർ പറയുന്നത്? ഇറ്റ് ഈസ് എ മാർക്കർ. ആ ഫോമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മിസ് ചോദിച്ചു ഈസ് ദിസ് എ മാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആൻസർ പറഞ്ഞു? യെസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു. ഇന്ന് മിസ് ചോദിക്കുകയാണ് ഈസ് ദിസ് എ പെൻ? അപ്പം നമുക്ക് മക്കൾക്ക് അറിയാലോ അത് പെന്നല്ല എന്നറിയാം. അപ്പം നമ്മൾ എങ്ങനെ പറയണം? നോ ഇറ്റ് ഈസ് നോട്ട്. നോ, അത് പെന്നല്ല. പിന്നെ എന്താണെന്നും കൂടെ പറയണം. ഇറ്റ് ഈസ് എ മാർക്കർ. ഇത് എന്താണെന്നും പറയണം. ഇത് പെന്നല്ല എന്നും നമ്മൾ പറയണം, അല്ലേ? ആദ്യം ഇതല്ല എന്ന് പറയണം, എന്നിട്ട് അത് എന്താണെന്നും കൂടെ നമ്മൾ പറയണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈസ് ദിസ് എ മാർക്കർ? Is this a marker? No. Very good. No, it is not. No, it is not. No, അതൊന്നല്ല. അത് മാർക്കർ ഒന്നല്ല, അല്ലേ? പിന്നെ എന്താണിത്? ഇറ്റ് ഈസ് എ ചോക്ക്. എന്താണ്? ഇറ്റ് ഈസ് എ ചോക്ക്. വൺസ് മോർ. നോ, ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ ചോക്ക്. വെരി ഗുഡ്. Moving to another example. Is this a duster? Is this a duster? ഇത് ഡസ്റ്റർ ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇതെന്താണ്? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇത് ഡസ്റ്റർ അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ പെൻ. ഇറ്റ് ഈസ് എ പെൻ. ഇത് പെന്നാണല്ലേ? ഇറ്റ് ഈസ് എ പെൻ. അപ്പം മക്കൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓരോ പിക്ചേഴ്സിനെയും പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് ആ പിക്ചർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോ ഇറ്റ് ഈസ് നോട്ട് എന്ന് ആൻസർ പറയും. പിന്നെ അത് എന്താണെന്ന് കൂടി നമ്മൾ പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈസ് ദീസ് ഈസ് ദാറ്റ്. ഇത് മാർക്കറാണോ ഇത് പെന്നാണോ എന്ന് ചോദിക്കും. അപ്പോൾ മാർക്കർ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ആൻസർ പറയും? യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ് എന്ന് നമ്മൾ ആൻസർ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈസ് ദിസ് എ മാർക്കർ എന്ന് ചോദിക്കും. മാർക്കർ മാത്രമല്ല കേട്ടോ, നമ്മുടെ പിക്ചേഴ്സിൽ ക്ലാസ്സിൽ നമുക്ക് പല പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മക്കൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നോക്കിയാലോ? ആർ യു റെഡി? ആർ യു ഹാപ്പി നൗ? ഓക്കെ, ഹാപ്പി ആണെന്നുള്ളവരൊക്കെ ഒന്ന് സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, സിറ്റ് ഡൗൺ. All of you stand up and jump. Okay, very good. Sit down. Let's start our class. Okay. Moving to first picture. Look at the picture. All of you listen here. What do you see that picture? Again, a woman and a boy and also a rat. എന്താണ് പിക്ചറിലുള്ളത്? റാറ്റ്. Can you see this? Okay.
വുമൺ എന്ത് ചോദിക്കുന്നു? ഈസ് ദിസ് എ ക്യാറ്റ്? ഈസ് ദിസ് എ ക്യാറ്റ്? ക്യാറ്റ് ആണോ? ഈസ് ദിസ് എ ക്യാറ്റ്? നോ, ഇറ്റ് ഈസ് നോട്ട്. നോ, ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ റാറ്റ്. It is a rat. Once more. Is this a cat? No, it is not. It is a rat. You got it? Okay. Moving to next picture. Is this a hat? Is that a hat? മക്കളെ പിക്ചേഴ്സിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ അവിടെ ദിസ് എന്ന് വെച്ചിട്ട് പറയും. കുറച്ച് വിട്ടിട്ട് അകലത്താണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മൾ ദാറ്റ് വെച്ചിട്ടാണ് പറയുക അല്ലേ? അതാണ് ഈസ് ദിസ്, ഈസ് ദാറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പിക്ചേഴ്സിൽ ആ ചോദിക്കുന്ന പിക്ചറിൻ്റെ സ്ഥാനം, പൊസിഷൻ ശ്രദ്ധിച്ച ശേഷം വായിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഈസ് ദാറ്റ് എ ഹാറ്റ്? വാട്ട് യു മീൻ ബൈ ഹാറ്റ്? തൊപ്പി നമ്മൾ തലയിൽ വെക്കുന്ന അല്ലേ ഹാറ്റ്, തൊപ്പി. ഈസ് ദാറ്റ് എ ഹാറ്റ്? എന്താണ് മക്കൾ പിക്ചറിൽ കാണുന്നത്? ഹാറ്റ് ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ, പറയൂ. വെരി ഗുഡ്. ഇറ്റ് ഈസ് എ ബാറ്റ്. ഈസ് ദാറ്റ് എ ഹാറ്റ്? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ ബാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? പിക്ചറിൽ നോക്കിയിട്ട് പറയാൻ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. മൂവിങ് ടു നെക്സ്റ്റ് പിക്ചർ. ഈസ് ദിസ് എ പെൻസിൽ? നേരത്തെയൊക്കെ ചോദിച്ചു, മാർക്കറും പെന്നൊക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസ് ദിസ് എ പെൻസിൽ? വെരി ഗുഡ്. മക്കൾ അവിടെ ഇരുന്ന് ആൻസർ പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. മക്കൾ പറയൂ. നോ, ഇറ്റ് ഈസ് നോട്ട്. Very good. It is a pen. Is this a pencil? No, it is not. It is a pen. Okay. Moving to next picture. Is that an elephant? Is that an elephant? Very good. No, it is not. It is a lion. എന്താണ്? No, it is not. It is a lion. Okay. Moving to next picture. Is this a goat? Is this a goat? Answer പറയൂ. നേരത്തെയൊക്കെ മക്കൾ പറഞ്ഞല്ലോ. പറയൂ. Is this a goat? No, it is not. It is a cow. No, it is not. It is a cow. Last picture. Okay, all of you listen carefully. Is that a van? Is that a van? No, it is not. It is a fan. Is that a van? No, it is not. It is a fan. Okay? മക്കൾക്കൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് ചോദിക്കും. റോങ് ആയിരിക്കും അല്ലേ? ക്വസ്റ്റ്യനിൽ കാണുന്ന, പിക്ചറിൽ കാണുന്നതായിരിക്കില്ലേ മക്കളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഈസ് ദീസ്, ഈസ് ദാറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ വെച്ചിട്ട് പറയാനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ? അപ്പം മിസ് ഒന്നുകൂടെ ഇത്രയും പിക്ചേഴ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓൾ ഓഫ് യു ലിസൺ. ഓക്കെ. Is this a cat? No, it is not. It is a rat. Moving to next picture. Is that a bat? Is that a hat? Is that a hat? No, it is not. It is a bat. Is that a hat? No, it is not. It is a bat. Moving to next picture. Is this a pencil? Is this a pencil? No, it is not. It is a pen. No, it is not. It is a pen. Moving to next picture. Is that an elephant? Is that an elephant?
No, it is not. It is a lion. No, it is not. It is a lion. Okay. Move to next picture. Is this a goat? Is this a goat? Okay, very good. No, it is not. It is a cow. ഈ ക്വസ്റ്റ്യന് മക്കൾ ആൻസർ പറയണം കേട്ടോ. മിസ് ഈ വായിക്കുന്നതിന് മക്കൾ തന്നെ ആൻസർ പറയണം. ഈസ് ദാറ്റ് ഈസ് എ ഫാൻ സോറി ഈസ് ദാറ്റ് ഈസ് എ വാൻ ഈസ് ദാറ്റ് ഈസ് എ വാൻ വെരി ഗുഡ്. നോ ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് എ ഫാൻ. അപ്പം മക്കൾക്ക് മനസ്സിലായില്ലേ? നന്നായിട്ട് വായിച്ച് പഠിക്കുക. മക്കളുടെ വീട്ടിലുള്ള ഓരോ പിക്ചേഴ്സ്, ഓരോ സാധനങ്ങൾ, നിങ്ങളുടെ ടോയ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ച് മക്കൾക്ക് പറഞ്ഞ് പഠിക്കുക കേട്ടോ. കിച്ചണിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ദിസ് ഈസ് എ ടൊമാറ്റോ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ മക്കളുടെ കയ്യിൽ പൊട്ടാറ്റോ എടുത്തിട്ട് ചോദിക്കുക ദിസ് ഈസ് എ ടൊമാറ്റോ എന്ന് ചോദിക്കാം. അപ്പോൾ മക്കൾക്ക് തന്നെ അതിൻ്റെ ആൻസർ പറയാം. പറഞ്ഞ് പഠിക്കുക. ആരോടെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കാൻ പറയുക, മക്കൾക്ക് തന്നെ ആൻസർ പറയാം അല്ലേ? വെജിറ്റബിൾസും ഫ്രൂട്ട്സും മക്കളുടെ ടോയ്സൊക്കെ വെച്ചിട്ട്, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്, ഇങ്ങനത്തെ ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് മക്കൾക്ക് സ്വന്തമായിട്ട് ഇത് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. All of you take your English notebook. Okay? First one, pen. P-E-N, pen. Hat. H-A-T, hat. Fan. F-A-N, fan. Lion. L-I-O-N, lion. Frog. F-R-O-G, frog. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രോഗ് ഇല്ല, പക്ഷെ നമുക്ക് വർക്ക് ഷീറ്റിൽ ഫ്രോഗ് എന്നുള്ള വേർഡ് വരുന്നുണ്ട്. അപ്പം മക്കൾ അതുകൊണ്ട് അത് പഠിക്കണം കേട്ടോ. comb. C-O-M-B, comb. Y-E-S-S, no. N-O, no. Okay. Pen. P-E-N, pen. Hat. H-A-T, hat. Fan. F-A-N, fan. Lion. L-I-O-N, lion. Frog. F-R-O-G, frog. Comb. C-O-M-B, comb. What do you mean by comb? ചീർപ്പ്, നമ്മൾ തല ചീകുന്ന ചീർപ്പ്. യെസ്, അതെ. Y-E-S-S, അതെ. നോ, N-O, അല്ല എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വേർഡും കൂടെ മക്കൾ പഠിക്കണം. എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ മക്കൾക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ യെസ്സും നോവും നിർബന്ധമായിട്ടും സ്പെല്ല് ചെയ്ത് പറഞ്ഞ് പഠിക്കണം കേട്ടോ. പെൻ, ഹാറ്റ്, ഫാൻ, ലയൺ, frog, comb, yes, no. Write down these words in your English notebooks and also write 5 times. Okay? Dear parents, today's class over. Today's homework, these words, write. You help to kids to wrote the notebooks and studied well. Okay? Bye.